നേരിട്ടുള്ള ചോദ്യം, യുദ്ധം ഉണ്ടാവുമോ? ഇന്ത്യ യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ല, അതിലേക്ക് നേരിട്ട് പോകുമോ? അല്ല, യുദ്ധം ഉണ്ടാകുമോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ പ്രവചിച്ചാൽ അതുപോലെ നടക്കണമെന്നില്ല. പക്ഷേ നമുക്ക് മൊത്തത്തിൽ വിലയിരുത്താവുന്ന ചില കാര്യങ്ങളുണ്ട്. കാരണം ഇപ്പോൾ നടക്കുന്ന യുദ്ധസമാനമായ ഒരു സാഹചര്യമാണ്. യുദ്ധം തന്നെ നടക്കുകയാണ്. പക്ഷേ ഇന്ത്യ യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ല. യുദ്ധം പ്രഖ്യാപിക്കേണ്ടത് കേന്ദ്ര മന്ത്രിസഭയുടെ തീരുമാനപ്രകാരം രാജ്യത്തിൻ്റെ സർവ്വസൈന്യാധിപയായ രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതി യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ല. നമ്മൾ കറാച്ചിയിലും ലാഹോറിലും ഉൾപ്പെടെ പലയിടത്തും നമ്മളുടെ ആക്രമണം നടന്നതായി മാധ്യമങ്ങൾ പറയുന്നു. ഈ പ്രിയൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം യുദ്ധം ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ, യുദ്ധം ഒരു തരത്തിലുള്ള യുദ്ധം ലിമിറ്റഡ് വാർ നടന്നിട്ടുണ്ട്, കാർഗിൽ യുദ്ധം അല്ലേ. ഫുൾ സ്കെയിൽ വാർ 71 ശേഷം നടന്നിട്ടില്ല. പക്ഷേ ഇത്തവണയും ഒരു ഫുൾ സ്കെയിൽ വാർ നടക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഇന്ത്യക്ക് അതിന് അനുകൂലമല്ല. ഇന്ത്യ അതിന് അനുകൂലമല്ല എന്ന് പറയുന്നത് ഇന്ത്യക്ക് യുദ്ധം ചെയ്യാൻ ഭയമുള്ളത് കൊണ്ടല്ല. ഇന്ത്യ ആയിട്ട് യുദ്ധം പ്രഖ്യാപിച്ചു എന്ന് വരുത്താൻ ഇന്ത്യക്ക് താല്പര്യമില്ല. കാരണം നമ്മൾ തുടക്കം മുതൽ നോക്കിയാൽ മതി. ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതി, സെക്യൂരിറ്റി കൗൺസിൽ അംഗീകരിച്ച ഒരു പ്രമേയമുണ്ട്. തീവ്രവാദത്തിനെതിരെ പ്രതിരോധിക്കാൻ ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും അവകാശമുണ്ട്. അപ്പോൾ ഒരു ടെററിസ്റ്റ് ആക്ടിവിറ്റിയാണ് പഹൽഗാമിൽ നടന്നത്. അതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് പാകിസ്ഥാനിൽ നിന്നാണ്. പാകിസ്ഥാനിലെ ഒരു SSGയുടെ കമാൻഡോ ഉണ്ടായിരുന്നു. ബാക്കി 2 പേരെ രണ്ട് തീവ്രവാദികളെ പാകിസ്ഥാനിൽ കൊണ്ട് SSG പരിശീലിപ്പിച്ചതാണ്. റൂട്ട് ക്ലിയറാണേ. NIA അന്വേഷണം നടത്തി ഒരു റിപ്പോർട്ടും കൊടുത്തു. അപ്പോൾ റിപ്പോർട്ട് കേന്ദ്ര മന്ത്രിസഭയുടെ മുന്നിൽ മാത്രമല്ല, ഐക്യരാഷ്ട്രസഭയിലുള്ള മിക്കവാറും എല്ലാ ലോക രാജ്യങ്ങൾക്കും ഇന്ത്യ അയച്ചു കൊടുത്തു. അക്യൂസിങ് പാകിസ്ഥാനാണ് എന്ന് ഞങ്ങളുടെ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിരിക്കുന്നു. ക്ലിയറായി. അപ്പോൾ UN സെക്യൂരിറ്റി കൗൺസിലിൻ്റെ പ്രമേയപ്രകാരം ഇന്ത്യക്ക് തീവ്രവാദത്തെ നേരിടാൻ അവകാശമുണ്ട്. നമ്മുടെ അതിർത്തിയിൽ POKയിലും പാകിസ്ഥാനിലെ മറ്റ് സ്ഥലങ്ങളിലും തീവ്രവാദികൾ റെഡിയാണ്, പരിശീലനം കിട്ടുന്നുണ്ട്. അവരെ ഇന്ത്യയിലേക്ക് കടത്തിവിടാനുള്ള ലോഞ്ച് പാഡുകളുണ്ട്. ആ ലോഞ്ച് പാഡിൽ നിന്ന് വന്നവരാണ് പഹൽഗാമിൽ 26 പേരെ കൊന്നത്. ഇനിയും വരാൻ അവിടെ ആളുകൾ റിക്രൂട്ടീസ് റെഡിയായിട്ടിരിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യണം? ഐക്യരാഷ്ട്ര സുരക്ഷാ കൗൺസിലിലെ പ്രമേയം അനുസരിച്ച് അവരെ നേരിട്ടു ഞങ്ങൾ. ആരുടെ നിർദ്ദേശപ്രകാരം? ഐക്യരാഷ്ട്ര സെക്യൂരിറ്റി കൗൺസിലിൻ്റെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ ആ ലോഞ്ച് പാഡുകളെ ടെർമിനേറ്റ് ചെയ്തു, എലിമിനേറ്റ് ചെയ്തു, ന്യൂട്രലൈസ് ചെയ്തു. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഒന്നും പറയാൻ പറ്റില്ല. സിവിലിയൻ കാഷ്വാലിറ്റി ഉണ്ടോ? ഇല്ല. ഒരൊറ്റ നിരപരാധി കൊല്ലപ്പെട്ടിട്ടില്ല. തീവ്രവാദി കേന്ദ്രത്തിൽ താമസിച്ചിരുന്ന വല്ല സിവിലിയനും ഉണ്ട്, ചത്തിട്ടുണ്ടാവും. അവൻ തീവ്രവാദ കേന്ദ്രത്തിൽ തീവ്രവാദിയുമായി ഒരു ബന്ധമില്ലാത്തവൻ തീവ്രവാദിയുടെ കട്ടിലെ കൂടെ കിടക്കുമല്ലോ. തീവ്രവാദിയുടെ ഭാര്യ, തീവ്രവാദിയുടെ മകള് ആ തീവ്രവാദിയുടെ കൂടെ കിടന്നപ്പോൾ ചത്തുപോയി. നമ്മൾ അറ്റാക്ക് ചെയ്താരെയാണ്? തീവ്രവാദികളെ. ആരുടെ തീരുമാനപ്രകാരം? ഐക്യരാഷ്ട്ര സെക്യൂരിറ്റി കൗൺസിലിൻ്റെ തീരുമാനപ്രകാരം. ഞങ്ങൾ യുദ്ധം ചെയ്തിട്ടില്ല. കഴിഞ്ഞേ പാകിസ്ഥാൻ എന്താ ചെയ്തത്? പാകിസ്ഥാൻ തിരിച്ചടിച്ചു. എവിടേക്ക് തിരിച്ചടിച്ചു? ഇന്നലെ രാവിലെ പാകിസ്ഥാൻ തിരിച്ചടിക്കാൻ ശ്രമിച്ചത് നമ്മുടെ മിലിറ്ററി ഇൻസ്റ്റലേഷൻസ് നേരെ. നമ്മൾ അവരുടെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചിട്ടില്ല, അവരുടെ സിവിലിയൻ കേന്ദ്രങ്ങൾ ആക്രമിച്ചിട്ടില്ല. അവർ നമ്മുടെ സൈനിക കേന്ദ്രങ്ങളെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ നമ്മൾ തിരിച്ചടിച്ചു. എവിടേക്ക്? അവരുടെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് മാത്രം. ലാഹോറിലെ വാൾട്ടൺ എയർബേസ് ഉൾപ്പെടെയുള്ള സ്ഥലത്തേക്ക് നമ്മൾ ഹറോപ്പ് മിസൈലുകൾ അയച്ചു. പകരം ഇന്നലെ രാത്രി അവർ എന്ത് ചെയ്തു? രാത്രി 8 മണിക്ക് ശേഷം അവർ ജമ്മു ഉൾപ്പെടെ ഇന്ത്യയിലെ ജമ്മുവിലെ വിമാനത്താവളം ഉൾപ്പെടെ ഇന്ത്യയിലെ 4 സംസ്ഥാനങ്ങളിലെ 15 ജനവാസ കേന്ദ്രങ്ങളിലേക്ക് മിസൈലുകളും ഡ്രോണുകളും അയക്കാൻ ശ്രമിച്ചു. ആരാണ് എസ്കലേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്? പാകിസ്ഥാൻ. നമ്മളൊന്നും ചെയ്തു. അപ്പോൾ നമ്മളെന്ത് ചെയ്തു? നമ്മൾ അതേപോലെ തിരിച്ചു ചെയ്തു. അവരുടെ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് നമുക്കും അയക്കാൻ ശേഷിയുണ്ടെന്ന് കാണിച്ചു. നമ്മൾ യുദ്ധം ചെയ്തോ? ഇല്ല. യുദ്ധം ചെയ്യുന്ന ആരാണ്? പാകിസ്ഥാൻ. നമ്മളെന്താ ചെയ്യുന്നത്? സ്വയം പ്രതിരോധിക്കൽ. അപ്പോൾ ലോകത്തിൽ ഒരു രാജ്യത്തിനും ഇന്ത്യയെ കുറ്റം പറയാൻ പറ്റില്ല. എങ്ങനെ കുറ്റം പറയാൻ പറ്റും? ഞങ്ങൾ സ്വയം പ്രതിരോധം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ അവകാശമാണ്. നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡിൽ ഇപ്പോൾ BNS പോലും പ്രൈവറ്റ് ഡിഫൻസ് എന്ന് പറയുന്ന സാധനമുണ്ട്. എന്നെ നിങ്ങൾ കൊല്ലാൻ വന്നാൽ കൊല്ലപ്പെടാതിരിക്കാൻ മതിയായ ബലം എനിക്ക് പ്രയോഗിക്കാം. ആ ബലപ്രയോഗത്തിൽ നിങ്ങൾ കൊല്ലപ്പെട്ടാൽ ഞാൻ കുറ്റവാളിയല്ല. എനിക്ക് എൻ്റെ ജീവനാണ് വലുത്. പക്ഷെ നിങ്ങൾ എന്നെ ഈർക്കിലെടുത്ത് അടിക്കാൻ വരുമ്പോൾ ഞാൻ ഉലക്കയെടുത്ത് അടിക്കരുത്. മതിയായ ബലം പ്രയോഗിക്കാം. അപ്പോൾ പാകിസ്ഥാൻ നമ്മളെ ആക്രമിക്കുന്നു. നമ്മൾ ഇന്ത്യയുടെ സെൽഫ് ഡിഫൻസ്, പ്രൈവറ്റ് ഡിഫൻസ് എന്ന നിലയിൽ നമ്മളതിനെ തടയുന്നു.
അവൻ ചെയ്തു, തിരിച്ച് ഞങ്ങൾ ചെയ്തു. അല്ലാതെ എസ്കലേറ്റ് ചെയ്യാൻ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ നിങ്ങൾ മാത്രമല്ല, നമ്മൾ വീണ്ടും പറയുന്നു, നമ്മൾ ഇറക്കിയിട്ടുള്ള ആർമി ഇറക്കിയിട്ടുള്ള എല്ലാ പത്രക്കുറിപ്പുകളിലും പറയുന്നുണ്ട്, നമ്മളിത് എസ്കലേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ നിലപാട് മാറ്റിയാൽ ഞങ്ങളും മാറ്റാൻ തയ്യാറാണ്. ഇത് വളരെ ലോകത്തിൻ്റെ മുന്നിൽ പരസ്യമായി ഇന്ത്യ പറയുകയാണ്. ഇനി ഒരൊറ്റ രാജ്യത്തിനും ഇന്ത്യയെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. നമ്മൾ ഒരു ബോംബ് പോലും, ഒരു മിസൈൽ പോലും വെറുതെ പാകിസ്ഥാനിലേക്ക് വിടുന്നില്ല. പൂഞ്ചിലും രജൗരിയിലും ഒക്കെ ഇവൻ വെടിവെക്കുന്നുണ്ട്. ഷെല്ലാക്രമണം നമ്മൾ ഗൗനിക്കുന്നില്ല. പണ്ട് ഇവൻ ചെയ്തുകൊണ്ടിരുന്ന പണിയാണ്. പക്ഷേ പണ്ട് അവൻ വെടിവെച്ചാൽ തിരിച്ച് വെടിവെക്കണമെന്ന് അവിടെ ബങ്കറിലിരിക്കുന്ന പട്ടാളക്കാരൻ കമാൻഡറെ വിളിച്ച്, കമാൻഡർ ബ്രിഗേഡിയറെ വിളിച്ച്, ബ്രിഗേഡിയർ ഡൽഹി വിളിച്ച്, ആർമി ചീഫിൻ്റെയും ആ കേന്ദ്ര പ്രതിരോധ മന്ത്രിയുടെ പെർമിഷൻ വേണമായിരുന്നു. ഇപ്പോൾ അവിടെ നിന്ന് ഒരു വെടിയുണ്ട് ഇങ്ങോട്ട് വന്ന് 1000 വെടിയുണ്ട് നമ്മൾ തിരിച്ചു കൊടുക്കും. അങ്ങനെ ചെയ്തോളാൻ സർക്കാർ പറഞ്ഞിട്ടുണ്ട്. പൂവ് ചോദിച്ചാൽ നമ്മളൊരു പൂക്കാല കൊടുക്കും. ഇതാണ് നമ്മുടെ നിലപാട്. അപ്പോൾ അതിർത്തിയിലെ വെടിവെപ്പ്, ഷെല്ലാക്രമണം നമ്മൾ കൂട്ടുന്നില്ല. അത് സ്ഥിരമുള്ളതാണ്. ഇങ്ങോട്ട് നിന്ന് 16 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഒരു ജവാൻ ഉൾപ്പെടെ 16 പേർ നമ്മുടെ അതിർത്തിയിൽ അവരുടെ ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ട് നമ്മളും തിരിച്ചു വെടിവെച്ചിട്ടുണ്ട്. എത്ര ചത്തിട്ടുണ്ടോ അവിടെ നിന്ന് പാകിസ്ഥാൻ പറയാത്തതുകൊണ്ട് നമുക്കറിയില്ല. ഉറപ്പായിട്ടും 16 ഇന്ത്യക്കാരുടെ ജീവൻ ഷെല്ലാക്രമണത്തിലൂടെ പാകിസ്ഥാൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടിയെങ്കിലും ഇന്ത്യ തിരിച്ചു കൊടുത്തിട്ടുണ്ടാവും. പാകിസ്ഥാൻ കണക്ക് പറയാത്തതാണ്. പാകിസ്ഥാൻ എന്തൊക്കെയാണ്? പാകിസ്ഥാൻ ഇങ്ങനെ കള്ളം പറയല്ലേ, കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മുടെ വിമാനം വീഴ്ചു, എന്താ പറഞ്ഞാൽ 5 എണ്ണം വീഴ്ചു എന്നാണ് പറഞ്ഞത്. പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രിയോട് CNN ലേഖി ചോദിച്ചു, എവിടെ വീഴ്ച? അത് സോഷ്യൽ മീഡിയയിലുണ്ട്, ഇന്ത്യയിൽ ഉൾപ്പെടെ ഉണ്ടെന്ന്. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഇന്ത്യയിലെ സോഷ്യൽ മീഡിയ എടുത്തു കാണിച്ച മാത്യു സാമുവലിൻ്റെ വീഡിയോ ആയിരിക്കും എന്ന് പറഞ്ഞു. എനിക്കറിയില്ല, വളരെ ക്രെഡിബിളായിട്ട് വാർത്തകൾ കൊടുത്തുകൊണ്ടിരുന്ന ഒരു ചാനൽ നിരന്തരം 3-4 വീഡിയോ, ഞാൻ ഒന്നും കണ്ടില്ല കേട്ടോ, ആളുകൾ പറയുന്നതാണ് ഇങ്ങനെ വീഡിയോ. ഈ ഫേക്ക് നറേറ്റീവ്, ഒരു യുദ്ധം നടക്കുമ്പോൾ ഇങ്ങനെ ഫേക്ക് നറേറ്റീവ്സ് ഒരുപാടുണ്ടാവും. ഈ വ്യാജ വാർത്തകൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോൾ ലെബനോണിൽ വീണ ഒരു വിമാനത്തിൻ്റെ പടം കാണിച്ചിട്ട് ഇന്ത്യയുടെ വിമാനം വീഴ്ചയാണെന്ന് പറഞ്ഞ് പാകിസ്ഥാൻ പ്രൊപ്പഗാൻഡ നടത്തുന്നുണ്ട്. ഇന്ത്യയിലെ ബ്രിഗേഡുകൾ ആക്രമിച്ചു എന്ന് പറയുന്നുണ്ട്. ഇന്ത്യൻ പട്ടാളക്കാരെ കൊന്നു എന്ന് പറയുന്നുണ്ട്. അവരെ സംബന്ധിച്ച് അവരുടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ, അല്ലെങ്കിൽ ഭയങ്കരമായ ജനങ്ങളുടെ പ്രതിഷേധം ഉണ്ടാവും. അതിനുവേണ്ടി ഒരു ഫേക്ക് പ്രൊപ്പഗാൻഡ അവരടിച്ചിറക്കുന്നു. അത് അവിടുത്തെ ജനങ്ങൾ വിശ്വസിക്കുന്നു. നമ്മൾ ഈ പാകിസ്ഥാൻ ചാനലിൽ നോക്കിയിട്ട്, പാകിസ്ഥാൻ സോഷ്യൽ മീഡിയയിൽ വിടുന്ന് നോക്കിയിട്ടെടുത്ത് നമ്മൾ ഇവിടെ വാർത്ത ചെയ്യുമ്പോൾ കുഴപ്പം പറ്റും. ഇതിനൊന്നും മാത്യു സാമുവലിനൊന്നും ഞാൻ കുറ്റം പറയത്തില്ല. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്രം എന്ന് പറയുന്ന ഹിന്ദു ദിനപത്രം, അവിടെ ഈ ഫ്യൂവൽ ടാങ്ക് ഉണ്ട്, എക്സ്ട്രാ ഫ്യൂവൽ ഉണ്ട്. വിമാനത്തിന് എക്സ്ട്രാ ഫ്യൂവൽ വെക്കുന്ന ഡ്രോപ്പ് ടാങ്ക് എന്ന് പറയും. ഡ്രോപ്പ് ടാങ്ക് വിമാനം വേർപെടുത്തി കളഞ്ഞു. ആ ഡ്രോപ്പ് ടാങ്ക് വീണ് കിടക്കുന്ന കണ്ടിട്ട് ഹിന്ദു പത്രത്തിൻ്റെ ലേഖികയാണ് ആദ്യമേ ഓൺലൈനിൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യയുടെ വിമാനം വീഴുന്നു. ഇന്ത്യൻ യുദ്ധവിമാനത്തിൻ്റെ ഡ്രോപ്പ് ടാങ്കാണ്, അതായത് ഫ്യൂവൽ ടാങ്കാണ്. അഡീഷണൽ ഫ്യൂവൽ വെക്കുന്നത് വെച്ചാൽ അത് അഡീഷണൽ ഫ്യൂവലുള്ള ടാങ്ക് ചിലപ്പം കൂടുതൽ വേഗതയൊക്കെ ആർജിക്കാൻ വേണ്ടിയിട്ട് ഈ ടാങ്കോട് കൂടി ഇന്ധനം ഉള്ളപ്പോൾ തന്നെ നമ്മൾ ഇജക്റ്റ് ചെയ്ത് കളയും. അങ്ങനെ വീണ ഇതിൻ്റെ 4 ചിത്രങ്ങൾ ഉൾപ്പെടെ ഹിന്ദു പത്രം ആദ്യം വാർത്ത പ്രസിദ്ധീകരിച്ചു. അത് കഴിഞ്ഞ് ഹിന്ദു പിൻവലിച്ചു. പക്ഷെ പിൻവലിക്കുന്നതിന് മുമ്പ് അതൊരുപാട് സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് ലോകം മുഴുവൻ പ്രചരിപ്പിക്കപ്പെട്ടു. അതായിരുന്നു ഒന്നാമത്തെ പ്രചാരണം. ഇന്നലെ രജൗരിയിൽ നമ്മുടെ മിലിറ്ററി ക്യാമ്പിലേക്ക് എന്ത് നടന്നു? ചാവേർ ആക്രമണം നടത്തി, ഒരു വനിതാ ചാവേർ പൊട്ടിത്തെറിച്ചു എന്നും പറഞ്ഞ് പാകിസ്ഥാനിൽ വാർത്ത വന്നു. ഫേക്ക് ന്യൂസ് ആയിരുന്നു. നമുക്ക് അബദ്ധവും പറ്റുന്നുണ്ട്. നമ്മൾക്ക് അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ ഇന്നലെ രാത്രി നമ്മുടെ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്ത് കറാച്ചി തുറമുഖം INS വിക്രാന്തിൽ നിന്ന് ആക്രമിച്ചു എന്നാണ്. പക്ഷേ ഇന്ന് രാവിലെയും കറാച്ചിയുടെ ചിത്രം വരുന്നുണ്ട്. കറാച്ചി തുറമുഖം ആസിറ്റീസ് ഉണ്ട്. മാത്രമല്ല, കറാച്ചി തുറമുഖം അങ്ങനെ ആക്രമിക്കാൻ പറ്റുമോ? കറാച്ചി തുറമുഖം വഴിയാണ് എണ്ണ മുഴുവൻ വരുന്നത്. ആ പോർട്ടിൽ ഒരേ സമയം സൗദി അറേബ്യ ഉൾപ്പെടെ UAE ഉൾപ്പെടെ പല രാജ്യങ്ങളുടെ കപ്പലുകൾ വന്ന് കിടപ്പുണ്ടാവും. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ആ രാജ്യത്ത് അങ്ങോട്ട് ആക്രമണം നടത്തിയാൽ അത് അവിടുത്തെ ഒരു ബർത്തും ഒരു സമയത്തും ഒഴിഞ്ഞു കിടക്കുന്നില്ല. കാരണം പാകിസ്ഥാന് വേണ്ട ഫ്യൂവൽ മുഴുവൻ കയറി പോകുന്നത് കറാച്ചി വഴിയാണ്. അപ്പോൾ അവിടുത്തെ ബർത്തുകളിൽ എപ്പോഴും ത്രൂ ഔട്ട്, ഇന്നിപ്പോൾ നോക്കിയാലും, ഇപ്പോൾ നമ്മൾ ഗൂഗിൾ എർത്ത് എടുത്ത് നോക്കിയാലും കറാച്ചി പോർട്ടിൽ ഷിപ്സ് കിടക്കുന്ന കാണാം. അങ്ങനെയുള്ള കറാച്ചി പോർട്ടിലേക്ക് INS വിക്രാന്ത് മിസൈൽ ആക്രമണം നടത്തി അത് മുഴുവൻ തകർത്ത് കളഞ്ഞു എന്ന തരത്തിലുള്ള വാർത്തയൊക്കെ വരുന്നുണ്ട്. വാർത്തകൾ കൊടുക്കുമ്പോൾ ക്രെഡിബിലിറ്റി നോക്കാത്തതിനൊരു പ്രശ്നമാണ്. ലാഹോറിൽ ആക്രമണം നടത്തി കറാച്ചി തുറമുഖം തകർത്തു എന്നുള്ള വാർത്ത, എന്നിട്ടൊരു കുറച്ച് വീഡിയോസും വന്നു. കറാച്ചി തുറമുഖമാണോന്ന് അറിയില്ല.
കറാച്ചി തുറമുഖത്തിൽ ഇന്നലെ ഈ പറയുന്ന പോലെ ഒരു ആക്രമണം നടന്നാൽ കറാച്ചിയിൽ തുറമുഖത്ത് കിടക്കുന്ന മറ്റ് രാജ്യങ്ങളുടെ കപ്പലുകളെ ബാധിക്കും. കറാച്ചിയിൽ അത് ഭയങ്കര സ്ഫോടനം ഉണ്ടാക്കും, ഭയങ്കര തീപിടുത്തം ഉണ്ടാക്കും, മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള നമ്മുടെ ബന്ധങ്ങളെയൊക്കെ ബാധിക്കും. അങ്ങനെ ഇപ്പോൾ വരുന്ന വാർത്ത അങ്ങനെ വിക്രാന്ത് കറാച്ചി തുറമുഖം ആക്രമിച്ചിട്ടില്ല എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ ആവേശം കയറി കൊടുക്കുന്ന വാർത്തകളുണ്ട്. അത് നിഷ്കളങ്കമായി നമ്മുടെ രാജ്യത്തോടുള്ള കൂറുകൊണ്ട് ചെയ്യുന്നതാണ്. വേണമെങ്കിൽ നമ്മൾ ഇവിടുന്ന് ചെയ്യുന്ന ഒരു പ്രൊപ്പഗാൻഡയാണെന്നും പറയാം. പക്ഷേ ഇത് നോക്കൂ, ഇപ്പോൾ ഓൾട്ട് ന്യൂസ് ഉണ്ടല്ലോ, ഏറ്റവും കൂടുതൽ വ്യാജ വാർത്ത നരേന്ദ്രമോദിക്കും ഇന്ത്യക്കും എതിരെ കൊടുക്കുന്ന ഒരു ഓൺലൈൻ പോർട്ടലാണ്. അതിൻ്റെ സഹസ്ഥാപകനായ മുഹമ്മദ് സുബൈർ ഒരു നല്ല കാര്യം ഇന്നലെ ചെയ്തിട്ടുണ്ട്. കാരണം ഇന്ത്യയുടെ ഫൈറ്റർ ജെറ്റുകൾ 5 വിമാനം അവർ വീഴിച്ചു എന്നുള്ളത് തെറ്റാണ്. ഇത് ലെബനോണിൽ വീണ വിമാനമാണ്. ഇത് ഈ വേറൊരു ഫോട്ടോയ്ക്കകത്ത് ഡേറ്റ് ഉണ്ട്, 3 വർഷം മുമ്പുള്ള ഡേറ്റാണ്. ഫോട്ടോ എടുക്കുമ്പോൾ ഡേറ്റ് വരത്തില്ലേ എന്നൊക്കെ പറഞ്ഞ് ഓൾട്ട് ന്യൂസിൻ്റെ സഹസ്ഥാപകനായ മുഹമ്മദ് സുബൈർ ഇന്ത്യ വിരുദ്ധമായ നിലപാടും BJP വിരുദ്ധ നിലപാടും മോദി വിരുദ്ധ നിലപാടും എടുത്തിട്ടുള്ള മുഹമ്മദ് സുബൈർ വരെ ഈ പ്രൊപ്പഗാൻഡ തെറ്റാണെന്ന് സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ നമുക്ക് എന്താണ് ഈ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വരുന്ന. പ്രൊപ്പഗാൻഡ ഏതാണ്, വ്യാജ വാർത്ത ഏതാണെന്ന് തിരിച്ചറിയാതെ ആളുകൾ അബദ്ധത്തിൽപ്പെടുന്നുണ്ട്. നമ്മുടെ ചില യൂട്യൂബ് ചാനൽമാരും അങ്ങനെ പെട്ടുപോയതായിരിക്കാം. ഏതായാലും ഇന്നലെ നടന്ന ആക്രമണങ്ങളെ സംബന്ധിച്ച് അത് ഒരു യുദ്ധമായിട്ട് ഇന്ത്യ കണക്കാക്കുന്നില്ല. ഇന്ത്യ കണക്കാക്കുന്നത് ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടമാണ്. അപ്പോൾ ഇത് ഞാൻ ഓർക്കുന്നത്, പുൽവാമയ്ക്ക് ശേഷം അഭിനന്ദ് വർദ്ധമാനൻ എന്ന് പറയുന്ന നമ്മുടെ പൈലറ്റ് അവരുടെ കസ്റ്റഡിയിലായിരുന്നല്ലോ. കസ്റ്റഡിയിലായതിനു ശേഷം അദ്ദേഹത്തെ വിട്ടയച്ച വീഡിയോ, അദ്ദേഹത്തിൻ്റെ മീശയൊക്കെ പിന്നെ വലിയ തരംഗമായി. പാകിസ്ഥാൻ ഒരു വീഡിയോ റിലീസ് ചെയ്തു. അതായത് ഇയാൾ വർദ്ധമാൻ അവിടെ ഇരുന്ന് അഭിനന്ദ് അവിടെ ഇരുന്നിട്ട് ചായ കുടിക്കുന്ന വീഡിയോ. ഇത് സെപ്പറേറ്റ് പ്രത്യേകം പറയേണ്ടതാണ്. പക്ഷേ അത് സംബന്ധിച്ച് പാകിസ്ഥാനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിലെ മുൻ ഹൈക്കമ്മീഷണറായിരുന്ന അജയ് ബിസാരിയ ഒരു പുസ്തകം എടുത്തിട്ടുണ്ട്. ദ ടെറർ മാനേജ്മെൻറ്റ്, ദ ട്രബിൾഡ് ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. അതിനകത്ത് അന്ന് എന്താണ് നടന്നത് എന്നുള്ള സംഭവങ്ങൾ പറയുന്നുണ്ട്. അതായത് പാകിസ്ഥാൻ്റെ വിദേശകാര്യ സെക്രട്ടറി മെഹ്മീന മനൂജ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായ ഇമ്രാൻഖാനെ കണ്ടിട്ട് പറയുന്നു, വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ഉണ്ട്. അഭിനന്ദ് വർദ്ധമാനെ നമ്മൾ വിട്ടയച്ചില്ലെങ്കിൽ ഇന്ത്യ നമ്മളെ ആക്രമിക്കും. അത് ലാഹോർ, കറാച്ചി, ഇസ്ലാമാബാദ് ഉൾപ്പെടെയുള്ള 7 പ്രധാനപ്പെട്ട നഗരങ്ങളിലേക്ക് ഇന്ത്യ മിസൈലുകൾ തിരിച്ചു വച്ചിട്ടുണ്ട്. ഡെഡ് ലൈൻ തീരുന്നതിന് മുമ്പ് വിട്ടില്ലെങ്കിൽ അറ്റാക്ക് ചെയ്യും എന്ന് ഇൻ്റലിജൻസ് റിപ്പോർട്ടുണ്ടെന്ന് പാകിസ്ഥാൻ വിദേശകാര്യ സെക്രട്ടറി നേരിട്ട് ലേറ്റ് നൈറ്റിൽ രാത്രി വൈകി അടിയന്തരമായി പ്രധാനമന്ത്രിയെ കാണണം എന്നാവശ്യപ്പെട്ട് നേരിട്ട് എന്ന് മെഹ്മീന മനൂജ പറയുന്നു. ഇത് കേട്ട് ഇമ്രാൻഖാൻ പരിഭ്രാന്തനായി. ഇമ്രാൻഖാൻ ഹോട്ട്ലൈനുണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്കും സംസാരിക്കും. ഹോട്ട്ലൈൻ വഴി നരേന്ദ്രമോദിയെ വിളിക്കുന്നു. നരേന്ദ്രമോദിയെ കിട്ടിയില്ല, പ്രധാനമന്ത്രി തിരക്കിലാണ് എന്ന് പറയുന്നു. അപ്പോൾ ചോദിക്കുന്നു എപ്പോൾ കിട്ടും എന്ന് ചോദിക്കുന്നു. ഉടനെ എങ്ങും കിട്ടത്തില്ല എന്ന് പറയുന്നു. അതിൻ്റെ റിസൾട്ട് ഉണ്ടായത് അപ്പോൾ തന്നെ അഭിനന്ദ് വർദ്ധമാനെ വിട്ടയക്കാൻ ഇമ്രാൻഖാൻ ഉത്തരവിടുന്നു. അതിനുശേഷം ഈ സംഭവത്തെക്കുറിച്ച് നരേന്ദ്രമോദി ഒരിക്കൽ പറഞ്ഞതായി അജയ് ബിസാരിയയുടെ പുസ്തകത്തിൽ പറയുന്നു. അഭിനന്ദ് വർദ്ധമാനെ വിട്ടില്ലെങ്കിൽ ഖത്തൽ കീ രാത്താണ് വരാൻ പോകുന്നത്. ഈ രാത്രി ഖത്തൽ കീ രാത്തായിരിക്കും, ചോരപ്പുഴയുടെ രാത്രിയായിരിക്കും എന്ന് ഞങ്ങളിരിക്കുന്ന യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ അത്ര നിശ്ചയദാർഢ്യത്തോടെ കാര്യങ്ങൾ എടുക്കുന്ന ആളാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. അപ്പോൾ ഖത്തൽ കീ രാത്ത് ഉണ്ടാക്കാൻ നരേന്ദ്രമോദിക്കറിയാം. അഭിനന്ദ് വർദ്ധമാനെ വിട്ടില്ലെങ്കിൽ കറാച്ചി അന്ന് നിന്ന് കത്തുമായിരുന്നു. ഒരു സംശയവുമില്ല, കത്തുമായിരുന്നു. 9 മിസൈലുകളോ മറ്റോ ലാഹോറിനും ഇസ്ലാമാബാദിനും റാവൽപിണ്ടിക്കും കറാച്ചിക്കും നേരെ എയിം ചെയ്ത് ഒരൊറ്റ ഉത്തരവിന് ഓക്കെ എന്നുള്ള 2 അക്ഷരങ്ങൾക്ക് വേണ്ടി മാത്രം കാത്തു നിന്നിരുന്നു എന്നാണ് പറയുന്നത്. ഇന്ത്യ ഒരുപാട് മാറിപ്പോയി. പണ്ടത്തെ ഇന്ത്യയൊന്നുമല്ല. 93,000 ഭടന്മാരെ വിട്ടുകൊടുത്തിട്ട് ലാഹോർ വരെ പിടിച്ചെടുത്ത 71 യുദ്ധത്തിൽ നിന്ന് നിരുപാധികം പിന്മാറി ഇന്ത്യ. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഇന്ദിരാഗാന്ധി വലിയ ഉരുക്ക് വരുന്നതെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. പക്ഷേ അന്ന് നമ്മുടെ 54 POWs പ്രിസണേഴ്സ് ഓഫ് വാർ പാകിസ്ഥാൻ്റെ കസ്റ്റഡിയിലുണ്ടായിരുന്നു. 93,000 പേരെ ബൂട്ടോയുമായുള്ള കരാറിൻ്റെ ഭാഗമായി ഇന്ത്യ വിട്ടുകൊടുത്തു. ലാഹോർ വരെ കയറിയ ഇന്ത്യൻ സേന തിരിച്ചു പോന്നു. എന്നിട്ട് ഈ 54 പേരെ
കോൺഗ്രസ് സർക്കാർ, ഇന്ദിരാഗാന്ധിയുടെ സർക്കാർ ഉരുക്കു വനിതയെന്ന് ഇവർ പറയുന്ന ഇന്ദിരാഗാന്ധി വാങ്ങിച്ചില്ല, തിരിച്ചു വാങ്ങിച്ചില്ല. അതിലൊരാൾ നിലമ്പൂർ കോവിലത്തെ ഉണ്ടി എന്ന് പറയുന്ന ഒരാൾ കൂടി ഉണ്ടായിരുന്നു. ഒരു മലയാളിയുണ്ട്. 54 പേർ പാകിസ്ഥാൻ ജയിലിൽ കിടന്ന് നരകിച്ചു മരിച്ചുപോയി. 93,000 പേരെ വിട്ടുകൊടുത്തിട്ടും ഈ 54 പേരെ വാങ്ങാൻ തയ്യാറാവാത്തിരുന്ന ഒരു സ്ത്രീയെ നമ്മൾ ഉരുക്കു വനിത എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോഴാണ് ഖത്തൽ കി രാത്ത് ആയിരിക്കും മറുപടി എന്ന് അക്ഷോഭ്യനായി പറയുന്ന ഒരു പ്രധാനമന്ത്രി. നോക്കൂ, നമ്മൾ മിനിഞ്ഞാന്ന് ഓപ്പറേഷൻ സിന്ദൂർ നടത്തി അല്ലേ? രാവിലെ ABVP പരിപാടി, ഉച്ച കഴിഞ്ഞ് അത് കഴിഞ്ഞ് മറ്റൊരു പരിപാടി, വൈകുന്നേരം ഒരു ബിസിനസ് യോഗം. അങ്ങനെ 5 or 6 മീറ്റിങ്ങുകളിൽ അന്ന് പ്രധാനമന്ത്രി പങ്കെടുത്തു. ഈ തീരുമാനം നടപ്പാക്കാനുള്ള ഉത്തരവ് കൊടുത്തിട്ട് നിൽക്കുന്ന പ്രധാനമന്ത്രി അക്ഷോഭ്യനായി, ഒരു ചാഞ്ചല്യമില്ലാതെ, മുഖത്തൊരു കരിവാളിപ്പ് പോലുമില്ലാതെ തമാശകൾ പറഞ്ഞ് അന്ന് പകൽ മുഴുവൻ നരേന്ദ്രമോദി ഉണ്ടായിരുന്നു. അതാണ് ഒരു സ്റ്റേറ്റ്മാൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം എന്നുള്ളത്. ഏതായാലും വേണ്ടി വന്നാൽ പാകിസ്ഥാന് എല്ലാ ദിവസവും ഖത്തൽ കി രാത്തുകൾ കൊടുക്കാൻ കഴിവുള്ള ഒരു പ്രധാനമന്ത്രി നമുക്കുണ്ട്. പിന്നെ യുദ്ധം എന്തിനാണ് പ്രിയ? തീരുമാനിച്ചാൽ പോരെ. അപ്പോൾ യുദ്ധം പ്രഖ്യാപിക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. പക്ഷേ പാകിസ്ഥാന് കൊടുക്കാനുള്ളത് കൊടുത്തുകൊണ്ടേയിരിക്കും. അതിന് യുദ്ധപ്രഖ്യാപനം ഉണ്ടാകത്തില്ല. കാരണം ഇന്ത്യ ഒരിക്കലും യുദ്ധം പ്രഖ്യാപിക്കാൻ പോകുന്നില്ല. പാകിസ്ഥാൻ പ്രഖ്യാപിക്കട്ടെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇതാണ് ഇന്ത്യ എടുക്കുന്ന ഒരു ഡിപ്ലോമാറ്റിക് നയം എന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.